മോള് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. പാസ്റ്റ് ഒന്നുമല്ല നമ്മുടെ ജീവിതം ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന വെച്ചിട്ട് ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ എന്താണോ എനിക്ക് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സ് ശരിയെന്നാണെന്ന് ഞാൻ ആദ്യമേ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് നിക്കാലോട്ടായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അംജുക്കാരൻ കണ്ടു തൊട്ടിട്ട് എല്ലാ നേരം അംജുക്കാർക്ക് ഒരു 3 ഉരുളെങ്കിലും വാഴ്ത്തായിരുന്നു. എന്റെ പപ്പായും മമ്മി അങ്ങനെയൊക്കെ എന്നെ വളർത്തിയത്. ഇപ്പൊ എന്റെ എന്ത് കണ്ടാലും ആൾക്കാർക്ക് അതൊക്കെ പുതുമയാണ്. ഇതൊന്നും നാട്ടു നടപ്പല്ല, ഇതൊന്നും അല്ല എന്നുള്ളത്. അപ്പൊ അതവർക്ക് മെയിൻ തിങ് അത് എങ്ങനെയാണ് ലൈഫിൽ ഏതൊരു കാര്യം ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ലൈഫ് എക്സ്പീരിയൻസസ്. ഞാൻ എന്നെ തന്നെ അങ്ങ് ബിൽഡ് ചെയ്തങ്ങ് വെച്ചു. സോ ദാറ്റ്സ് ദ വേ. ആ സെയിം തിനെ ഞാൻ മോളെ തന്നെ, മോള് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. പാസ്റ്റ് ഒന്നുമല്ല നമ്മുടെ ജീവിതം ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പ്രസന്റിൽ എങ്ങനെ ജീവിക്കുന്നോ അതായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഇനി അങ്ങോട്ട്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. എല്ലാവർക്കും പാസ്റ്റ് ഉണ്ട്. അത് ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ട് ഈ ലോകത്തിൽ ആദ്യത്തെ പ്രേമിച്ച ആള് ഞാന്, ബ്രേക്കപ്പ് ആയ ആളാണ് ഞാന്. ശരിക്കും ഞാന് ബാക്കി എല്ലാവരും ഡയറക്റ്റ് കല്യാണം ഒക്കെ പ്രേമോ അതെന്ത് ചോദിക്കുന്നത്. ഒരാള് പോലും സിനിമയും കണ്ടിട്ടില്ല, ഒരാളിതും കണ്ടിട്ടില്ല. എന്നാ അതാണ് ആൾക്കാരെന്ന് പറയുന്നത്. ഒന്നും പറയല അംജിക്ക, പക്ഷെ അങ്ങനത്തെ ഒരാളല്ല. ഓക്കെ, അപ്പോ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ വളരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം. ഇത് എന്റെ കുഞ്ഞു മോളാണ് സത്യം പറഞ്ഞത്. ഓക്കെ, ഈ മോളൊന്ന് വലുതായിട്ട് അംജിക്ക എപ്പോഴും പറഞ്ഞ മോള് ആദ്യം ഞാൻ നീ പൊക്കം കൊണ്ടാന്ന് വെച്ചാൽ അത് എന്തായാലും ഉണ്ടാവത്തില്ല. അംജിക്കാക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ മുടി ഇരിത്തരാ, കെട്ടിത്തരാ, ഇതൊക്കെയാണ് അംജിക്കാരുടെ മെയിൻ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ഫുഡ് വാങ്ങിത്തരാം. ഇപ്പൊ കല്യാണ വീഡിയോയിലാണെങ്കിൽ ഇതൊക്കെ എല്ലാരും ചോദിക്കുന്നത് ഇതെന്തോ ഓവറാ ഫുഡ്. പക്ഷെ ഞാനിപ്പോ അംജിക്കാരൻ കണ്ടു തൊട്ടിട്ട് എല്ലാ നേരം അംജിക്കാർക്ക് ഒരു 3 ഉരുളെങ്കിലും വാങ്ങിത്തരുന്നു. എന്റെ പപ്പായും മമ്മി അങ്ങനെയൊക്കെ എന്നെ വളർത്തിയത്. അതെന്നെ എനിക്ക് അല്ലാണ്ട് അതൊന്നും ഇതാക്കി പറഞ്ഞു. നമ്മളെ വീട്ടിൽ എന്താണോ അതാണ്. എനിക്ക് ഈ വാരി കൊടുക്കുന്ന ശീലമില്ലായിരുന്നു. എന്റെ വീട്ടിൽ അങ്ങനെ വാരി തരാം അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ ഞാന് അംജിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാരി കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഉരുളോട്ട് ഞാൻ കഴിക്കുമ്പോ അംജിക്കാക്കും വാരി വെച്ച് കൊടുക്കും. നീ കൊടുത്തില്ലെങ്കിൽ എന്തോ പോലെ ആയിരിക്കും. ഇനിയാണ് പ്രശ്നം വരുന്നത്. അംജിക്ക എങ്ങാനും എനിക്ക് തന്നില്ല, ഒരു ദിവസം നേരം തന്നില്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര ചിലപ്പോൾ സങ്കടമാവും. കാരണം അത് ഞാൻ എന്റെ ഇത് അങ്ങനെ ഇതായി പോയി. മാരേജിന് മുന്നേ അംജിക്കയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പല ആൾക്കാരും ഓ അടിപൊളി പുതിയത് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. കുറെ ആൾക്കാർ ഇതെന്താ ഇത് ഇവിടത്തെ ചടങ്ങാണ് എന്നുള്ള രീതിയിൽ കുറച്ച് നെഗറ്റീവ് അടിക്കുകയുണ്ടായി. അതിനോടുള്ള സമീപനം എങ്ങനെയാണ്? പേഴ്സണലി എന്റെ പപ്പാക്കും മമ്മിക്കും മോളെ ഇഷ്ടമാവണമെന്നൊരു കാര്യമുണ്ട് മെയിൻ ആയിട്ട്. അതിപ്പോ ഈ ചടങ്ങോ കൾച്ചർ ആദ്യമേ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് നിക്കാലോട്ടായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. എന്നിട്ട് അവിടെ നിർബന്ധപ്രകാരം ഇതിലൊക്കെ വന്നു. എന്റെ എന്ന് പറയുമ്പോ ഇപ്പൊ അവരെ ക്വസ്റ്റ്യൻ മനസ്സിലായി. സത്യത്തില് നമ്മളുടെ ഇപ്പത്തെ ഇത് വെച്ചിട്ട് പെണ്ണുങ്ങള് വീട് പോയി കാണത്തില്ല. പാരന്റ്സ് അല്ലെങ്കിൽ കുടുംബക്കാര് മാത്രം പോയി കാണാം. അപ്പൊ ഞാൻ പോയില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ എന്ത് കണ്ടാലും ആൾക്കാർക്ക് അതൊക്കെ പുതുമയാണ്. ഇതൊന്നും നാട്ടു നടപ്പല്ല, ഇതൊന്നും അല്ല എന്നുള്ളത്. അപ്പൊ അതവർക്ക് പുതുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനാണ് ആ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. എനിക്കാണ് ചുറ്റുപാട് അറിയേണ്ടത്, എന്താണെന്നൊക്കെ അറിയേണ്ടത് എനിക്കാണ് അറിയേണ്ടത്. അതേപോലെ എനിക്കെന്നല്ല, ഏതൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുമ്പോഴും വീട്ടുകാരല്ല കണ്ട് ബോധിക്കേണ്ടത്. അവിടുത്തെ ആൾക്കാരായിക്കോട്ടെ എല്ലാരും ആയിക്കോട്ടെ. നമ്മൾ ആ ഒരു വീട് വിട്ട് നമ്മൾ പോവാണ് എന്തൊക്കെ വന്നാലും. അപ്പൊ നമുക്കറിയണം ഇതെങ്ങനെയാണ് ചുറ്റുപാട്. അപ്പൊ എനിക്കിത് ഞാൻ ബാക്കി ആരെയും ഞാൻ ഇന്ന് വരെ എന്റെ ലൈഫ് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന വെച്ചിട്ട് ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ എന്താണോ എനിക്ക് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സ് ശരിയെന്നാണെന്ന് ഞാൻ ചെയ്യും. അതെന്റെ ബേസിക്കലി ജീവിക്കേണ്ട ആ പെണ്ണാണ് ആരായാലും. പാരന്റ്സ് നോക്കിയിട്ട് അതിന്റെ ഇത് അഭിപ്രായം വന്ന് പറയും. പക്ഷെ കാലാകാലം ജീവിക്കേണ്ട പെണ്ണാണ്. സോ പേഴ്സണലി പറഞ്ഞ പെണ്ണാണ് പോയി കാണേണ്ടത്, അവിടെ നോക്കേണ്ടത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അംജിക്ക നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോസ് നോക്കുകയാണെങ്കിലും മിക്കത് നിങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പൊ ഇനി തുടർന്നും നിങ്ങളുടെ വീഡിയോസ് ഒരുമിച്ച് തന്നെയായിരിക്കും? ഒരുമിച്ചും ഉണ്ടായിരിക്കും, കോണ്ടന്റും ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന്റെ തിരക്കാണ് ഫുള്ള്. അപ്പൊ എനിക്ക് ഞാൻ ചെയ്യണ എന്റെ കോണ്ടന്റ് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് ഇരുന്ന് നമ്മൾ പോയിന്റ്സ് കളക്ട് ചെയ്യണം, അത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുള്ള ഒരു ടൈം എനിക്കില്ല. അപ്പൊ ഇപ്പോഴുള്ള വിശേഷങ്ങൾ മാത്രമേ വീഡിയോ എടുത്ത് ഇടാന്ന് എനിക്കൊന്നും വഴിയുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് ഇപ്പൊ ഈ ഹണിമൂണും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് കുറയും. അപ്പൊ ഞാൻ വീണ്ടും എന്റെ കോണ്ടന്റ് വീഡിയോസ് ആവും കൂടുതൽ. അഞ്ചൊക്കെയുള്ള ദിവസം ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗറും എന്റെ എല്ലാം ഉണ്ടായിരിക്കും. അതിൽ കപ്പിൾ വീഡിയോ ഉണ്ടായിരിക്കും, എന്റെ കോണ്ടന്റ് വീഡിയോ ഉണ്ടായിരിക്കും. അതിൽ ഉണ്ടാവാത്ത കണ്ടന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ തുടർന്നുള്ളത് തന്നെ ആയിരിക്കും ഇനിയും ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലുള്ള പ്ലാനിങ്ങിലാണ്.
പ്ലാനിങ് ഒന്നുമില്ല. എല്ലാ ഓരോ ദിവസം എന്താണ് നടക്കുന്നത്. നിങ്ങളുടെ വീഡിയോസിൽ രണ്ടുപേരും കൂടെയുള്ള വീഡിയോസിൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. അതിപ്പോ ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഇവിടെ കഴിഞ്ഞ ദിവസം പിന്നെ കൂടുതലും ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കൂടുതൽ എടുക്കുന്നത് നമ്മുടെ കൂടെ അമ്മും അഫ്സും ഒക്കെ ഉണ്ട്, ഇപ്പൊ ബ്രദറും സിസ്റ്ററും. അപ്പൊ അവർക്ക് നമ്മളെ കാണുമ്പോ ഭയങ്കര കൗതുകം. അവര് വീഡിയോ എടുത്ത് വെക്കും. അവർക്ക് സ്റ്റുഡിയോ അല്ലെങ്കിൽ അവർക്ക് എടുത്ത് വെക്കാനായിക്കോട്ടെ, അവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗങ്ങൾ അവര് നല്ല എടുത്ത് വെക്കും. അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ചുറ്റിനും അവർ വീഡിയോ പിടിച്ചിട്ട് എല്ലാവരും വീഡിയോ പിടിച്ചിട്ടായിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട്. ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് അമ്മക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ആ സാധനമൊന്നുമില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് മാത്രം. ശരിക്കും അതൊക്കെ എത്രയുള്ളൂ.